നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. മഹാഭാരതം കഥയുടെ 100ാമത്തെ വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അപ്പം നമ്മളുടെ യാത്രയിലെ ചെറിയൊരു നാഴികക്കൽ എത്തി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇത് ഒന്നും ആയിട്ടില്ല എന്നാണ്. മഹാഭാരതമാകുന്ന സമുദ്രത്തിലൂടെ ആടി ഉലഞ്ഞു പോകുന്ന ഒരു ചെറിയ തോണി പോലെയാണ് എൻ്റെ ഈ യാത്ര എന്നാണ് ഞാൻ വിശേഷിപ്പിക്കുന്നത്. കാരണം അനന്തമായിട്ട് കിടക്കുകയാണ്. അതിൻ്റെ ചെറിയൊരു ദൂരം മാത്രമേ നമ്മൾ പിന്തിട്ടിട്ടുള്ളൂ. മറുകര എത്തണമെങ്കിൽ ഇനിയും കുറേ ദൂരം സഞ്ചരിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഈ പുസ്തകത്തിൻ്റെ വലിപ്പത്തിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ 6 വാല്യങ്ങളുള്ള പുസ്തകങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലെ 1ാമത്തെ വാല്യത്തിലെ തന്നെ ഇനി 200 പേജുകളും കൂടി ബാക്കി പറയാൻ കിടക്കുന്നുണ്ട്. അപ്പം വ്യാസഭഗവാൻ എങ്ങനെയാണോ പറഞ്ഞത് അതേ രീതിയിൽ തന്നെയാണ് ഞാൻ കഥാഖ്യാനവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ യാത്രയിൽ എന്നോടൊപ്പം കൂടെ ചേർന്നിട്ടുള്ള എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള ഹൃദയത്തിൽ നിന്നുള്ള വലിയൊരു നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇനിയും തുടർന്നും നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം. യാത്രയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള ശക്തി ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഒക്കെ പ്രതികരണങ്ങളും കേൾവിക്കാരുമാണ് എൻ്റെ ഒരു ശക്തി എന്ന് പറയുന്നത്. പക്ഷേ എന്തായാലും ഈ ദൗത്യവുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ശക്തി എനിക്കുണ്ടാവണേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് എനിക്ക് ഈശ്വരനോടുള്ളത്. ഒരിക്കൽ കൂടി നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ കഥാഭാഗത്തിലേക്ക് കടക്കുകയാണ്. അപ്പം മഹാഭാരതത്തിലെ 3ാമത്തെ അധ്യായമായിട്ടുള്ള വനപർവ്വത്തിലെ ഉപാധ്യായമായിട്ടുള്ള ഇന്ദ്രലോകാഭിഗമന പർവം എന്ന് പറയുന്ന ഉപാധ്യായമാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ അർജുനൻ്റെ സ്വർഗയാത്രയിലെയാണ് കഴിഞ്ഞ ദിവസം അവസാനിപ്പിച്ചത്. അപ്പം പാശുപതാസ്ത്രം കിട്ടിയതിനോടൊപ്പം തന്നെ ലോകപാലകന്മാരായിട്ടുള്ള ദേവന്മാരായിട്ടുള്ള യമനും വരുണനും കുബേരനും ഇന്ദ്രൻ അസമേതം വന്നിട്ട് അവിടെ വന്നിട്ട് വരുണൻ വാരുണ പാശം എന്ന് പറയുന്ന ദിവ്യാസ്ത്രം കൊടുത്തു. യമൻ യമദണ്ഡ് എന്ന് പറയുന്ന അതിപ്രഹരശേഷിയുള്ള ആയുധം കൊടുത്തു. അതോടൊപ്പം തന്നെ കുബേരൻ അന്തർധാന അസ്ത്രം എന്ന് പറയുന്ന വളരെ വിശേഷപ്പെട്ട അസ്ത്രം കൊടുത്തു. ഇതൊക്കെ നേടിയതിന് ശേഷം ആ സമയത്ത് ഇന്ദ്രൻ പറയുന്നുണ്ട്, നിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാതലി ോടൊപ്പം എൻ്റെ രഥം ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിടും, അതിൽ കയറി നീ സ്വർഗത്തിലേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് ആണ് പോകുന്നത്. അങ്ങനെ സ്വർഗത്തിലേക്ക് അർജുനൻ്റെ യാത്ര തുടങ്ങി. ആ പോകുന്ന സമയത്ത് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടാണ് അർജുനൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പാശുപതാസ്ത്രം അർജുനനെ കൊടുത്ത സമയത്ത് വളരെ വിശേഷപ്പെട്ട ഒരു കാര്യം അസ്ത്രത്തെക്കുറിച്ചിട്ട് ഭഗവാൻ ശിവൻ അർജുനനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പറഞ്ഞത്, ഈ പാശുപതാസ്ത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വില്ല് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. നിൻ്റെ ഒരു നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ നിനക്ക് ഈ അസ്ത്രം പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഇന്നലെ ഈ ഒരു കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അത് ഞാൻ ഇന്നലെ പറയാൻ വിട്ടുപോയതാണ്. അങ്ങനെ അർജുനൻ വളരെ വിശേഷപ്പെട്ട കാഴ്ചകളൊക്കെ കണ്ട് സ്വർഗലോകത്തെത്തി കഴിഞ്ഞപ്പോൾ അനേകായിരം ഇങ്ങനെ ആകാശചാരികളായിട്ടുള്ള വിമാനങ്ങൾ അവിടെ പറക്കുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കണ്ടു. ഇങ്ങനെ ദൂരെ നിന്ന് അമരാവതി എന്ന് പറയുന്ന ഇന്ദ്രൻ്റെ സഭ അർജുനൻ കണ്ടു. ആ സഭയുടെ അടുത്തു കൊണ്ടുവന്ന് മാതലി രഥം നിർത്തി. അങ്ങനെ രഥത്തിൽ നിന്ന് ഇറങ്ങി ഉടനെ തന്നെ അർജുനൻ ഇന്ദ്രൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന സമയത്ത് ഇന്ദ്രൻ രത്നങ്ങൾ പതിച്ച ആ വലിയ സിംഹാസനത്തിൽ, ഇന്ദ്രസിംഹാസനത്തിൽ വെൺകൊറ്റ കുടയുമൊക്കെ ചൂടി സുഗന്ധം പരത്തുന്ന വെഞ്ചാമരം കൊണ്ടുള്ള പരിചാരകർ വീശുന്ന അവസ്ഥയിൽ എല്ലാ ഗന്ധർവന്മാരോടും എല്ലാ രാജർഷിമാരോടും എല്ലാ ദേവതകളുടെയും അപ്സരസുകളുടെയും ഒക്കെ സാന്നിധ്യത്തിൽ വളരെ സന്തോഷവാനായിട്ടിരിക്കുന്ന സമയത്താണ് അർജുനൻ ചെന്ന് ഇന്ദ്രൻ്റെ കാല് വന്ദിക്കുന്നത്. ആ വന്ദിച്ച സമയത്ത് അർജുനനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് ഇന്ദ്രൻ തൻ്റെ മകനോടുള്ള വാത്സല്യം കൊണ്ട് ആദ്യം തന്നെ നെറുകയിൽ പലൂരി ചുംബിച്ചു എന്നാണ്. അതിനുശേഷം തന്നോടൊപ്പം സിംഹാസനത്തിൽ കൂട്ടത്തിലിരുത്തിയതിന് ശേഷം അർജുനൻ്റെ ആ ഗാന്ധീപം പിടിച്ച ഇടതുകൈയിലും വലതുകൈയിലുമുള്ള തഴമ്പിലും ഞാണ് വലിച്ച ആ തഴമ്പുകളിലുമൊക്കെ വളരെ വാത്സല്യപൂർവ്വം തൻ്റെ ശക്തമായിട്ടുള്ള നീണ്ടുരുണ്ട കരം എന്നാണ് പറഞ്ഞത്, നീണ്ടുരുണ്ട കരങ്ങൾ കൊണ്ട് ഇന്ദ്രഭഗവാൻ അർജുനൻ്റെ ആ കൈവെള്ളകളിലൊക്കെ തലോടി. എന്നിട്ട് വാത്സല്യം സഹിക്കാൻ വയ്യാതെ ശരീരം മുഴുവനും വാത്സല്യത്തോടുകൂടി തലോടുകയും ചുംബിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അച്ഛൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ അങ്ങോട്ട് എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടതെന്ന് അറിയാൻ വയ്യാത്ത ഒരവസ്ഥയിലായിരുന്നു ഇന്ദ്രൻ. അങ്ങനെ അവസാനം തൻ്റെ മകനായിട്ടുള്ള ഇന്ദ്രനെ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് മടിയിലിരുത്തി ലാളിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ്. ഇത് കണ്ടിട്ട് സഭാവാസികളെല്ലാം ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. അവരിയ്ക്കുന്നത് കണ്ടപ്പോൾ സൂര്യനും ചന്ദ്രനും അതിൻ്റെ ഏറ്റവും പ്രഭയോടുകൂടിയിട്ട്
ജ്വലിച്ച് നിൽക്കുന്നത് പോലെയാണ് അവർക്ക് തോന്നിയതെന്നാണ്. ആ സമയത്ത് ഗന്ധർവന്മാർ, തുമ്പുരു എന്ന് പറയുന്ന ഗന്ധർവൻ്റെ നേതൃത്വത്തിൽ സംഗീതം ആലപിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതോടൊപ്പം തന്നെ എല്ലാ സുന്ദരിമാരായിട്ടുള്ള അപ്സര സ്ത്രീകളും അവിടെ സന്നിഹിതരായിരുന്നു. തിലോത്തമ, രംഭ, മേനക, ഉർവശി, ഘൃതാജി, അങ്ങനെ എല്ലാവരും, സുലേഖ, അങ്ങനെ ഒരുപാട് അപ്സരസ്സുമാരുടെ പേരുകൾ ഇവിടെ പറയുന്നുണ്ട്. അവരെല്ലാവരും അവിടെ മനോഹരമായിട്ട് അർജുനനെ കടാക്ഷിച്ചുകൊണ്ട് അവിടെ മനോഹരമായിട്ടുള്ള രീതിയിൽ നൃത്തം ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അർജുനനെ ഒരു വാസഗ്രഹത്തിലേക്ക് ഇന്ദ്രൻ പറഞ്ഞയച്ചു. അവിടെ അർജുനനെ പരിചരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും വെച്ച് കൊടുത്തു. സ്വർഗീയ വിരുന്ന് ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇന്ദ്രഭഗവാൻ ചെയ്തു കൊടുത്തു. അപ്പം വൈശമ്പായനൻ കഥ തുടരുകയാണ്. അങ്ങനെ ആ ഗ്രഹത്തിൽ താമസിക്കുന്ന സമയത്ത് ഇന്ദ്രൻ ചെന്നിട്ട് അർജുനൻ്റെ അടുത്ത് ചെന്നിട്ട് തനിക്കറിയാവുന്ന ദിവ്യാസ്ത്രങ്ങളെല്ലാം, അതിൻ്റെ പ്രയോഗ, പിൻവലിക്കൽ, വിധിപ്രകാരങ്ങളെല്ലാം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതോടൊപ്പം തന്നെ പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതീവ ദുഷ്കരമായിട്ടുള്ള വജ്രായുധത്തിൻ്റെ പ്രയോഗവും ഇടിമിന്നലിൻ്റെ പ്രയോഗവും ഒക്കെ മകനായിട്ടുള്ള അർജുനനെ ഇന്ദ്രൻ വാത്സല്യപൂർവ്വം പഠിപ്പിച്ചു. ഇതൊക്കെ അങ്ങനെ 5 വർഷക്കാലം അർജുനൻ അവിടെ സ്വർഗത്തിലെ എല്ലാ സുഖഭോഗങ്ങളും അനുഭവിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞു എന്നാണ്. ഇതിനിടയിൽ ഒരു ദിവസം ഇന്ദ്രൻ അർജുനനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നീ ഗന്ധർവന്മാരിലെ പ്രമുഖനായിട്ടുള്ള ചിത്രസേനൻ്റെ അടുത്ത് ചെന്നിട്ട് ദേവസംഗീതവും ദേവവാദ്യങ്ങൾ വായിക്കാനും ദേവനൃത്തവും നീ പഠിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ വാക്ക് തെറ്റിക്കാൻ പറ്റാത്തത് കൊണ്ട് അർജുനൻ ചിത്രസേനനെ ചെന്ന് കണ്ടു. ചിത്രസേനുമായിട്ട് മിത്രമായിട്ട് മാറി. ഇനി ചിത്രസേനൻ്റെ നേതൃത്വത്തിൽ ഗന്ധർവന്മാർ അർജുനനെ നൃത്തവും വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കാനും അതോടൊപ്പം തന്നെ ഗാനങ്ങൾ ആലപിക്കാനും ദേവസംഗീതം ആലപിക്കാനും വേണ്ടിയിട്ടുള്ള അവിടെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആ സമയത്ത് അർജുനന് തൻ്റെ സഹോദരങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്തയായിരുന്നു മനസ്സിൽ കൂടുതലായിട്ടുണ്ടായിരുന്നത്. സഹോദരങ്ങളോടൊപ്പമുള്ള ചിന്തയും അമ്മയെക്കുറിച്ചിട്ടുള്ള ചിന്തയും അതിനോടൊപ്പം തന്നെ ആ കൗരവന്മാരോടുള്ള തൻ്റെ ഉള്ളിലുള്ള ആ വൈരവും ഒക്കെ അർജുനൻ്റെ ഉള്ളിൽ ഇങ്ങനെ തിളച്ചുകൊണ്ടിരുന്നു. പക്ഷേ അതൊക്കെ ഉണ്ടെങ്കിലും അർജുനൻ തൻ്റെ പൂർണ്ണമായിട്ടുള്ള മനസ്സോടു കൂടിയിട്ടാണ് ആ സംഗീത, നൃത്ത, അതോടൊപ്പം തന്നെ വാദ്യോപകരണങ്ങളുടെ പ്രയോഗങ്ങളുടെ പഠനവുമെല്ലാം, അല്ലെങ്കിൽ വായിക്കാൻ വേണ്ടിയിട്ടുള്ള പഠനവുമെല്ലാം അർജുനൻ നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം സഭ കൂടിയിരിക്കുന്ന സമയത്ത് എല്ലാവരും അവിടെ സന്നിഹിതരായിരുന്നു. എല്ലാ ഗന്ധർവന്മാരും എല്ലാ യക്ഷന്മാരും അപ്സര സ്ത്രീകളും രാജർഷിമാരും എല്ലാവരും ഉള്ള ഒരു യാഗം അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ആ സമയം അർജുനൻ ഉർവശിയെ കുറേ സമയം സൂക്ഷിച്ചു നോക്കുന്നത് ഇന്ദ്രൻ കണ്ടു. ആ സഭ പിരിഞ്ഞതിന് ശേഷം ചിത്രസേനനെ വിളിച്ചിട്ട് ഇന്ദ്രഭഗവാൻ ചിത്രസേനോട് പറഞ്ഞു, ഇന്ന് യാഗം നടക്കുന്ന സമയത്ത് അർജുനൻ ഉർവശിയെ സൂക്ഷിച്ച് നോക്കുന്നത് ഞാൻ കണ്ടു. അവന് ഉർവശിയിൽ താല്പര്യമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, ഉർവശിയുടെ അടുത്ത് എന്ന് പറയണം, അർജുനന് വേണ്ടിയിട്ടുള്ള എല്ലാ സ്ത്രീസുഖങ്ങളും അനുഭവിപ്പിക്കാൻ, അവനെ സ്ത്രീകളുള്ള ആ വേഴ്ചയിൽ അതിൻ്റെ ഏറ്റവും വലിയ വിദ്യകളെല്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ നീ പറയണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ദൗത്യം ഏറ്റെടുത്തിട്ട് ചിത്രസേനൻ ഉർവശി താമസിക്കുന്ന സ്ഥലത്ത് ചെന്നു. അവിടെ ചെന്നിട്ട് അർജുനനെ കുറിച്ചിട്ട് പറയാൻ തുടങ്ങി. അർജുനൻ എന്ന് പറയുന്നത് മനുഷ്യന്മാരിലും ദേവകളിലും വെച്ചിട്ട് ഏറ്റവും ഉത്തമനായിട്ടുള്ള മനുഷ്യനാണ്. അതോടൊപ്പം തന്നെ അത്രയും ശക്തനായിട്ടുള്ള മനുഷ്യനാണ്. അവൻ്റെ അത്രയും ഗുണങ്ങൾ തികഞ്ഞ ഒരു മനുഷ്യൻ ഇന്ന് ഈ ഭൂലോകത്ത് ജീവിച്ചിരിക്കുന്നില്ല. ഇന്ദ്രൻ എങ്ങനെയാണോ ഭൂലോകം ഭരിക്കുന്നത് അതുപോലെ തന്നെ ഭൂമി മുഴുവൻ ഭരിക്കാൻ വേണ്ടിയിട്ട് യോഗ്യതയും ശക്തിയും ഉള്ളവനാണ് ഈ അർജുനൻ എന്ന് പറയുന്നത്. ആ അർജുനൻ നിന്നെ ഇന്ന് നോക്കിയതായിട്ട് ഇന്ദ്രഭഗവാൻ പറഞ്ഞു. അതുകൊണ്ട് നീ അവൻ്റെ അടുത്ത് ചെല്ലണം, അവനെ വേണ്ട രീതിയിൽ സന്തോഷിപ്പിക്കണമെന്ന് ഇന്ദ്രൻ്റെ കൽപ്പനയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഉർവശിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അർജുനനെ കുറിച്ചിട്ട് കേട്ട നാൾ മുതൽ തന്നെ അർജുനനോട് ഭയങ്കരമായിട്ടുള്ള പ്രേമവും കാമവും ഉർവശിയുടെ മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഉർവശി അർജുനൻ തന്നെ നോക്കുന്നതും കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് തന്നെ ഉർവശി ആ ദൗത്യം ഏറ്റെടുത്തിട്ട് അർജുനനെ കുറിച്ചിട്ടുള്ള ചിന്തയിൽ കാമാതുരയായിട്ടുള്ള അവള് തൻ്റെ അർജുനന് കാമപൂർണം നടത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവിധത്തിലുള്ള തയ്യാറെടുപ്പുകളും നടത്തി പകൽ മുഴുവനും അർജുനനെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ മനസ്സിൽ നിറച്ചിട്ട് രാത്രിയായപ്പോൾ സുഗന്ധദ്രവ്യങ്ങളൊക്കെ ശരീരത്തിൽ പൂശി തൻ്റെ ശരീരത്തിൻ്റെ വടിവുകളെല്ലാം കാണുന്ന രീതിയിലുള്ള അനിത്തൊരു വസ്ത്രവും ധരിച്ചുകൊണ്ട് അർജുനൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് എന്നു. ഇവിടെ ഉർവശിയുടെ ശരീരവർണ്ണനയൊക്കെ വളരെ വിശദമായിട്ടുള്ള രീതിയിൽ വ്യാസഭഗവാൻ ഇവിടെ നടത്തുന്നുണ്ട്. ഏത് താപസി കണ്ടാലും മനസ്സിളകി പോകുന്ന രീതിയിലുള്ള അങ്കലാവണ്യത്തോടു കൂടിയിട്ടുള്ളവളായിരുന്നു ഉർവശി എന്ന് പറയുന്നത്. അങ്ങനെ ഉർവശി
തൻ്റെ ശരീരത്തിൻ്റെ ഭംഗി മുഴുവൻ പ്രദർശിപ്പിക്കുന്ന രീതിയിലുള്ള വസ്ത്രവും ധരിച്ചുകൊണ്ട് അർജുനൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് നിന്നു. അങ്ങനെ അർജുനൻ്റെ വാതിൽ മുട്ടി. വാതിൽ തുറന്ന സമയത്ത് അർജുനൻ അഭിസംബോധന ചെയ്തത് തന്നെ ഗുരുതുല്യായിട്ടുള്ള ഒരാളെ അഭിസംബോധന ചെയ്യുന്ന പോലെയാണ്. അങ്ങ് എന്താണ് ഈ സമയത്ത് വരാൻ വേണ്ടിയിട്ട് കാരണം? അങ്ങേക്ക് എൻ്റെ അഭിവാദം, അങ്ങയുടെ ദാസനായിട്ട് ഞാനിവിടെ നിൽക്കുകയാണ്. എന്ത് വേണമെന്ന് പറഞ്ഞാൽ മാത്രം മതി, എന്തു പറഞ്ഞാലും അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറായിട്ട് നിൽക്കുന്നതെന്ന് അർജുനൻ ഈ ഉർവശിയോട് പറഞ്ഞു. അപ്പോൾ ഉർവശി കാമാതരയായിട്ട് വന്നതാണ്. പക്ഷേ അർജുനൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ സമീപനം കണ്ടപ്പോൾ അവിടെ ഉള്ളിലെ കാമമെല്ലാം ആ നിമിഷം തന്നെ ചോർന്നു പോയെന്നാണ്. അവൾ ഭയങ്കര വിഷമത്തിലായി അർജുനൻ്റെ അവളോടുള്ള മനോഭാവം കണ്ടിട്ട്. അവൾ പറഞ്ഞു, നീ എന്തിനാണ് എന്നോടിങ്ങനെ പറയുന്നത്? കാരണം നീ എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നെന്ന് ഞാനിവിടെ സൂക്ഷിച്ച് നോക്കുന്ന കാര്യം ഞാൻ കണ്ടതാണ്. അതോടൊപ്പം തന്നെ നിൻ്റെ പിതാവായിട്ടുള്ള ഇന്ദ്രൻ പറഞ്ഞിട്ട് ചിത്രസേനൻ എന്നോട് വന്ന് ആവശ്യപ്പെട്ടതിനനുസരിച്ച് ഞാൻ കാമസുഖം അനുഭവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. നീ പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയതെന്ന് ചോദിച്ചു. അപ്പം അർജുനൻ പറഞ്ഞു, അങ്ങ് ഭവതി എനിക്ക് എൻ്റെ അമ്മയെപ്പോലെ തന്നെയാണ്. കുന്തിയെപ്പോലെയും ഇന്ദ്രാണിയെപ്പോലെയുമാണ് ഞാൻ ഭവതിയെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗുരുവിൻ്റെ സ്ഥാനത്താണ് ഞാൻ അങ്ങയെ നോക്കിയെന്നുള്ള കാര്യം ശരിയാണ്. കാരണം പുരുവംശത്തിൽ ജനിച്ചിട്ടുള്ള അങ്ങ് എൻ്റെ വംശത്തിൽപ്പെട്ടവളാണല്ലോ. ആ ഒരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എൻ്റെ മനസ്സിൽ കാമം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നേ ഇല്ലോ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഉർവശി പറഞ്ഞു, പക്ഷേ എനിക്ക് നിന്നോട് ഭയങ്കരമായിട്ടുള്ള കാമവുമായിട്ടാണ് ഞാനിവിടെ വന്നിട്ടുള്ളത്. എൻ്റെ ഇംഗിതം നീ സാധിച്ചു തരണം. ഇവിടെ പുരുവംശത്തിൽ ജനിച്ചിട്ടുള്ള പലരും തപസ്സുകൊണ്ട് ഇവിടെ സ്വർഗത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അവരൊക്കെയായിട്ട് ഞാൻ രമിച്ചിട്ടുണ്ട്. അപ്സരസുകളുടെ ജീവിത ദൗത്യം എന്ന് തന്നെ പറയുന്നത് തന്നെ ബാക്കിയുള്ളവർക്ക് കാമപൂർണം നടത്തി കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അതിലൊരു അധർമ്മവും കാണുന്നില്ല. നീ എൻ്റെ വംശത്തിലാണെന്നുള്ളത് അതിനൊരു തടസ്സമേ ആകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞെങ്കിലും അർജുനൻ പറഞ്ഞു, എനിക്ക് ഉർവശിയെ എൻ്റെ മാതാവിൻ്റെ സ്ഥാനത്ത് മാത്രമേ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് അമ്മയുടെ സ്ഥാനത്ത് കണ്ടുകൊണ്ട് അമ്മ ഈ പുത്രനിൽ പ്രസാദിക്കണം എന്ന് അർജുനൻ പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഉർവശിക്ക് അതിഭയങ്കരമായിട്ടുള്ള കോപമാണ് വന്നത്. കോപം വന്നിട്ട് ഉർവശി അർജുനനെ ശപിച്ചു. നീ ഒരു ഷണ്ണനായി മാറട്ടെ, ആ സ്ത്രീജനങ്ങൾ കണ്ടാൽ ഓടിച്ചു വിടുന്ന രീതിയിലുള്ള ഷണ്ണനായിട്ട് നീ മാറട്ടെ എന്ന് പറഞ്ഞിട്ട് കോപത്തോടു കൂടിയിട്ട് ശപിച്ചിട്ട് ഉർവശി അവിടെ നിന്നും കോപത്തോടു കൂടിയിട്ട് തന്നെ ഇറങ്ങിപ്പോയി. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അർജുനന് ഭയങ്കര വിഷമമായി. അർജുനൻ ചിത്രസേനെ വിളിച്ചിട്ട് ഈ വിവരങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഇന്ദ്രഭഗവാനോട് എന്നിട്ട് ആ സമയത്ത് ചിത്രസേനൻ ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ വളരെ രഹസ്യമായിട്ട് അർജുനനെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഈ ശാപം അത് നിന്നിൽ ഫലിക്കും. പക്ഷേ ഇതുകൊണ്ട് നിനക്ക് ഗുണമുണ്ടാകും. കാരണം 12 വർഷത്തെ വനവാസത്തിന് ശേഷം 13ാമത്തെ വർഷം നീ അജ്ഞാതവാസത്തിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു ശാപം നിന്നിൽ ഫലിക്കും. ആ സമയത്ത് അത് നിനക്ക് ഉപകാരം മാത്രമായിരിക്കും ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് അർജുനന് സന്തോഷമായി. ആ ശാപം കൊണ്ട് തനിക്ക് ഗുണമുണ്ടാവുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അങ്ങനെ ശാപത്തെക്കുറിച്ചിട്ട് പൂർണ്ണമായിട്ടും മറന്നിട്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് വീണ്ടും നൃത്തവും സംഗീതവും വാദ്യോപകരണങ്ങളുടെ ഉപയോഗവും ഒക്കെ പഠിച്ചുകൊണ്ട് അർജുനൻ അവിടെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് കഴിഞ്ഞു. ഉർവശി ശാപം ഉപകാരം എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഈ ഉർവശി ശാപത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഇനി നമ്മൾ ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ഈ യാത്രയിൽ എന്നോടൊപ്പം തുടരുന്ന നിങ്ങളോട് ഓരോരുത്തരോടുമുള്ള വ്യക്തിപരമായിട്ടുള്ള പേരിൽ ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.